കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേർന്നതിനെ വിമർശിക്കുന്ന പലരും മുൻപ് ബി.ജെ.പിയിൽ ചേരാൻ ചർച്ച നടത്തിയിട്ടുള്ളവരാണ് എന്നാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരിഹസിക്കുന്നത്. പത്മജയുടെ ഭർത്താവിനെതിരെ ഇ.ഡി. അന്വേഷണം നടക്കുന്നതിൽ ഭയന്നാണ് അവർ ബി.ജെ.പിയിലേക്ക് പോകുന്നതെന്ന് ബിന്ദുകൃഷ്ണ ആരോപിച്ചിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് സുരേന്ദ്രന്റെ രസകരമായ ഈ മറുപടി. ഇ.ഡിയെ കണ്ട് ഭയന്നിട്ടാണ് പത്മജ ബി.ജെ.പിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇതിനു മുൻപ് ബി.ജെ.പിയുമായി ചർച്ച നടത്തിയിട്ടുള്ളവരാണ്. എൻ്റെ മാന്യതയ്ക്കനുസരിച്ച് ഞാൻ അതേക്കുറിച്ചൊന്നും അധികം പറയുന്നില്ല. ഈ പറയുന്ന ആളുകളൊക്കെയായി പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ആളുകളെ കബളിപ്പിക്കാൻ പറയുന്നതാണ്. കോൺഗ്രസിനെ വഞ്ചിച്ച് ബി.ജെ.പിയിൽ പോയി എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു. കോൺഗ്രസിനെ വഞ്ചിച്ച് CPMന്റെ പാളയത്തിൽ പോയവർക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? 3 പാർട്ടികളുടെ പ്രസിഡന്റായിരുന്ന ഒരാൾ കേരളത്തിൽ വേറെയില്ല. ബി.ജെ.പിയിലേക്ക് ആരെങ്കിലും വന്നാൽ അവർക്ക് അപ്പോൾ കുഴപ്പമാവുകയാണ്. CPMലേക്ക് പോയാൽ കുഴപ്പമില്ല. അതാണ് കോൺഗ്രസ് തകരാൻ കാരണമെന്നും സുരേന്ദ്രൻ പറയുന്നു. ബി.ജെ.പിയിൽ പത്മജ ഉൾപ്പെടെ എല്ലാവരും ചേരുന്നത് ഉപാധികളില്ലാതെയാണ്. ധാരാളം ആളുകൾ നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയിൽ ആകൃഷ്ടരായി എല്ലാ സംസ്ഥാനങ്ങളിലും ബി.ജെ.പിയിൽ ചേരുകയാണ്. കേരളത്തിലും നിരവധി ആളുകൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ മകൻ തന്നെ ബി.ജെ.പിയിൽ ചേർന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ ലീഡർ കെ കരുണാകരൻ്റെ മകൾ തന്നെ അത്തരത്തിൽ തീരുമാനമെടുക്കുന്നു. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് കേരളത്തിൽ ബി.ജെ.പിയുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ പതനം ആരംഭിച്ചിരിക്കുന്നു. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ CPMന്റെ അക്രമത്തെയും മതഭീകരവാദ കൂട്ടുകെട്ടിനെയും അഴിമതിയും നേരിടാൻ ഇനി ബി.ജെ.പിയും NDAയും മാത്രമേ അവശേഷിക്കുന്നു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാജ്യമാസകലം അലയടിക്കുന്ന നരേന്ദ്രമോദി തരംഗം കേരളത്തിലും ശക്തമായി ആഞ്ഞടിക്കുമെന്നതിൻ്റെ സൂചനയാണിതെല്ലാം. ഇത് തുടക്കം മാത്രമാണ്. ഇപ്പോൾ വിമർശിക്കുന്ന പലരും നാളെ ബി.ജെ.പിയിലേക്ക് വരാനുള്ളവരായതുകൊണ്ടാണ് ഞങ്ങൾ പല കാര്യങ്ങളും പറയാത്തത്. ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കും കേരളത്തിൽ വലിയ തോതിൽ പിന്തുണ വർദ്ധിക്കുന്നു എന്നതിന് തെളിവാണ് പുതിയ സംഭവ വികാസങ്ങൾ എന്നും സുരേന്ദ്രൻ വിശദീകരിക്കുന്നു.